Good morning everyone. Today we can discuss about integrated logistics. അപ്പോൾ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്നുള്ളത് ആദ്യം നോക്കാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ലോജിസ്റ്റിക്സിലുള്ള സെവറൽ ആക്ടിവിറ്റീസിനെയും അതിലെ ഫ്ലോ ഓഫ് ഗുഡ്സിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. So it is the integration of several activities leads to increase the overall efficiencies. So integrated logistics coordinate different logistical activities. പലതരത്തിലുള്ള ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് നമുക്കറിയാം ഒരു ഫേമിലുണ്ടാവും. അതിനെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സോ ദാറ്റ് ദ ലോജിസ്റ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദ ബെസ്റ്റ് വേ. അപ്പോൾ എന്താണ് ഈ ലോജിസ്റ്റിക്കൽ ഒബ്ജക്റ്റീവ്? ഫാസ്റ്റസ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് വിത്ത് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്. അപ്പോൾ അത് ലക്ഷ്യം വെക്കുക, അതിന് സാധ്യമാകുന്ന രീതിയിൽ എല്ലാ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം. It incorporates various activities that help the movement of product from supplier to final consumer. So from very beginning to the end അതിനെ സഹായിക്കുക എന്നുള്ളതാണ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ പ്രധാന ഉദ്ദേശം. A product undergoes movement in three forms: raw materials, work in progress and finished products. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ആയിട്ടാണ് നമ്മളുടെ പ്രോഡക്റ്റ്സ് മൂവ് ചെയ്യുന്നത്: റോ മെറ്റീരിയൽസ് ആയിട്ടും, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടും, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടും. അപ്പോൾ അതിൻ്റെ എല്ലാ മൂവ്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റോ മെറ്റീരിയൽ ആണെങ്കിൽ ഇറ്റ് മൂവ്സ് ഫ്രം ദ സപ്ലയർ ടു ദ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് എത്തുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്സ് അത് മൂവ്സ് എമംഗ് ദി ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ തന്നെ പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റ്സ്. അങ്ങനെ അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാലോ ഇറ്റ് മൂവ്സ് ഫ്രം ദി മാനുഫാക്ചറിങ് യൂണിറ്റ് ടു ദി വെയർ ഹൗസ് ആൻഡ് ഫ്രം ദെയർ ടു ദി ഫൈനൽ കൺസ്യൂമേഴ്സ്. ഡയറക്ട്ലി ഫ്രം ദ മാനുഫാക്ചറിങ് യൂണിറ്റ് ടു ദി ഫൈനൽ കസ്റ്റമേഴ്സ് ആയിരിക്കില്ല, ഇവിടെ നിന്ന് നേരെ വെയർ ഹൗസിലേക്ക് പോയി ഡിമാൻഡ് അനുസരിച്ച് വെയർ ഹൗസിൽ നിന്നും ഫൈനൽ കസ്റ്റമേഴ്സിലേക്ക് പോകുന്ന ഒരു രീതി. So these 3 types of movements are properly integrated to achieve a smooth flow of products to the hands of the final consumers. അപ്പോൾ ഒരു ഓർഡർ ഓഫ് ദി പ്രോഡക്റ്റ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 ടൈപ്പ് പ്രോഡക്ട്സ്, ഈ 3 ഫോംസിലുള്ള പ്രോഡക്ട്സിൻ്റെ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ഫ്ലോ, അതിനെയാണ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്നുകൊണ്ട് പ്രധാനമായിട്ടും സഹായിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. ഓക്കെ, ഓപ്പറേഷൻസ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 ടൈപ്പ് പ്രോഡക്ട്സ്, 3 ടൈപ്പ് ഫോംസ് ഓഫ് പ്രോഡക്ട്സ് പറഞ്ഞല്ലോ: റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, അതേപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇവയുടെയൊക്കെ മൂവ്മെൻറ്റിനെ തന്നെയാണ് ഈ ഓപ്പറേഷൻസ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട്, കൺവേർഷൻ ഓപ്പറേഷൻസ് ഉണ്ട്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ സപ്ലൈ ആണ്. എന്താ, റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നു, അതാണ് സപ്ലയേഴ്സ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിലൂടെ ഫിസിക്കൽ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ടു ദി മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഈ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത്. അത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞാലോ കൺവേർഷൻ പ്രോസസ്സ് നടക്കുകയായി. അവിടെയാണ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു പ്രോഡക്ട്സ്, മാനുഫാക്ചറിങ് നടക്കുന്നത് ഇവിടെ. അവിടെ നിന്ന് വെയർ ഹൗസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ് നടക്കുന്നത്. അത് ഫിസിക്കൽ സപ്ലൈ അല്ല, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ഫ്രം ദി മാനുഫാക്ചറിങ് യൂണിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദി വെയർ ഹൗസ് ആൻഡ് ഫ്രം ദെയർ ടു ദി ഫൈനൽ കൺസ്യൂമേഴ്സ് എന്നുള്ളത്. ഇതാണ് ഓപ്പറേഷൻസ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നോക്കാം. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്: ടു അച്ചീവ് ഹയസ്റ്റ് ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഫാസ്റ്റ് ഡെലിവറി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, പ്രോഫിറ്റ് ഉണ്ടാവണം. എന്തിലൂടെ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഉണ്ടാക്കാം? ത്രൂ ഫാസ്റ്റസ്റ്റ് ഡെലിവറി ഓഫ് പ്രോഡക്ട്സ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും കിട്ടും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കിട്ടും. അതാണ് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്: റെസ്പോൺസീവ്നെസ്, റിഡക്ഷൻ ഓഫ് വേരിയൻസ്, റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി, ഷിപ്മെൻറ്റ് കൺസോളിഡേഷൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ലൈഫ് സൈക്കിൾ സപ്പോർട്ട്. എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു ഓർഡർ റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി കൊടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പണ്ടത്തെ രീതിയും ഇപ്പോഴത്തെ മോഡേൺ രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെയൊക്കെ രീതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും
നമ്മൾ പ്രോഡക്ട്സിൻ്റെ ഒരു ആവശ്യം ആൻറ്റിസിപ്പേറ്ററി മോഡലായിരുന്നു, ഇന്ന് റെസ്പോൺസീവ് മോഡലായി മാറി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. പണ്ടത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാർ ഇത് മേടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കാക്കി ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളങ്ങനെ ആൾക്കാർ മേടിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് when they demand we are making it for them എന്നുള്ള രീതിയിലേക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. റെസ്പോൺസീവ്നെസ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു റെസ്പോണ്ട് ക്വിക്ക്ലി ടു ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. ഒരു പ്രോഡക്റ്റ് ആവശ്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് കസ്റ്റമേഴ്സ് ഓൾവേസ് എക്സ്പെക്ട് ക്വിക്ക് റെസ്പോൺസ് ഫ്രം ദി ഫേംസ്. ദ ഓൾ ടെക്നിക് വാസ് ടു അച്ചീവ് ഗുഡ് റെസ്പോൺസീവ്നെസ്. അപ്പോൾ ഈ റെസ്പോൺസീവ്നെസ് വളരെ പ്രധാനമാണ്. കസ്റ്റമേഴ്സ് പ്രധാനമായിട്ടും അവരുടെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് എപ്പോഴും ഉള്ളതാണ്. പണ്ട് ഈ റെസ്പോൺസീവ്നെസ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ടെക്നിക്ക് എന്തായിരുന്നു? ടു ക്യാരി ലാർജ് സ്റ്റോക്സ് ഓഫ് ഇൻവെൻട്രി. കസ്റ്റമേഴ്സ് എപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ആവശ്യത്തിന് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻവെൻട്രി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, കൊടുക്കാം, അങ്ങനെയുള്ള ഷോർട്ടേജ് വരില്ല, അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഈ ലാർജ് സ്റ്റോക്സ് ഓഫ് ഇൻവെൻട്രി കരുതി വെക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കോസ്റ്റ് വല്ലാതെ അങ്ങ് കൂടുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ ഡെലിവറിയിലൊക്കെ ആ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത്, അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെലിവറി കൂടുകയും ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റും കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ആ റെസ്പോൺസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റോക്ക് കരുതി വെക്കുക എന്നുള്ള രീതി മാറി. അതിൽ നിന്ന് മാറിയിട്ട് എന്താക്കി? They have shifted to response-based strategies which enable them to postpone logistical operation to the last possible time. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പരിപാടികൾ ഏറ്റവും ലീസ്റ്റ് പോസിബിൾ ടൈം, ലീസ്റ്റ് പോസിബിൾ ടൈമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ കിട്ടിക്കഴിയുന്ന ശേഷമേ നമ്മൾ കൃത്യമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെക്കാതെ കൃത്യമായിട്ട് ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ റോ മെറ്റീരിയൽസും അതിൻ്റെ പ്രോസസ്സിങ്ങും ഫിനിഷ്ഡ് പ്രോഡക്ട്സും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് ഇൻവെൻട്രി കരുതി വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി അവിടെ കുറയുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷന് നമുക്ക് പൈസ ലാഭിക്കാൻ സാധിക്കുന്നു. മാനുഫാക്ചറിങ് ഇറ്റ്സെൽഫ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ഫ്രം ദി ആൻറ്റിസിപ്പേറ്ററി മോഡൽ ടു റെസ്പോൺസീവ് മോഡൽ. അതാണ് നേരത്തെ പറഞ്ഞത്. റെസ്പോൺസീവ്നെസ് അറ്റംപ്റ്റ്സ് ടു ഷിഫ്റ്റ് ഓപ്പറേഷണൽ എംഫസിസ് ഫ്രം ആൻറ്റിസിപ്പേറ്ററി മോഡൽ ടു റെസ്പോൺസീവ് മോഡൽ. നേരത്തെ കരുതി വെക്കുന്ന രീതി മാറ്റി വെച്ചിട്ട് എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നൊരു മോഡലിലേക്ക് മൊത്തത്തിൽ മാറി. So goods are assembled on receipt of the order and delivered to the customer in least possible time. അപ്പോൾ ഒരു ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രം ഗുഡ്സ് പെട്ടെന്ന് അസംബിൾ ചെയ്ത് ആൾക്കാരിലേക്ക് ഏറ്റവും ലീസ്റ്റ് ടൈം കൊണ്ട് എത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഈ റെസ്പോൺസീവ്നെസ്സിൻ്റെ. അപ്പോൾ റെസ്പോൺസീവ്നെസ് അന്നും ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിൽ ഏറ്റവും കൂടുതൽ പണ്ടത്തെ രീതിയിൽ നിന്നുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെക്കുന്നതിൽ നിന്ന് മാറിയിട്ട് റെസ്പോണ്ട് ടു ദി നീഡ് എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി. റിഡക്ഷൻ ഓഫ് വേരിയൻസ് എന്നുകൊണ്ട് അടുത്ത ഒരു ഒബ്ജക്റ്റീവായിട്ട് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ കരുതുന്നു. റിഡക്ഷൻ ഓഫ് വേരിയൻസ്. വാട്ട് യു മീൻ ബൈ വേരിയൻസ്? വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദി പെർഫോമൻസ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. സോ ഒരു ഡീവിയേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ വേരിയൻസ് മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദി എക്സ്പെക്റ്റഡ് പെർഫോമൻസ്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദി ഫെയിലിയർ ടു ഡു ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ആസ് ആൻറ്റിസിപ്പേറ്റഡ്. അപ്പോൾ ഒരു ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, ഇത് ഇങ്ങനെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ളത്. പക്ഷേ ആ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചോണമെന്നില്ല. സോ ദർ വിൽ ബി എ ഡിഫറൻസ്. ആ ഡിഫറൻസ് ആണ് ഈ വേരിയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വേരിയൻസുകൾ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കാം? ഡ്യൂ ടു ദ ഡിലേ ഇൻ റെസിപ്റ്റ് ഇൻ ഓർഡർ, ഡിലേ ഇൻ ഓർഡർ പ്രോസസ്സിംഗ്, ഡിസ്റപ്ഷൻ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ്, നോൺ അവൈലബിലിറ്റി ഓഫ് ഷിപ്പിംഗ് സ്പേസ്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ വേരിയൻസ് സംഭവിക്കും. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസും അതേപോലെ നമ്മളുടെ ആൻറ്റിസിപ്പേറ്റഡ് പെർഫോമൻസും, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ശരിക്കുമുള്ള പെർഫോമൻസ് ഉണ്ടാവാതെ വരാനുള്ള സാധ്യതകൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതാണ് ഈ വേരിയൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ആൻറ്റിസിപ്പേറ്റ് ദീസ് കൈൻഡ്സ് ഓഫ് വേരിയൻസ്. ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള വേരിയൻസ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നേരത്തെ എടുക്കുക എന്നുള്ളതാണ്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഷുഡ് ആൻറ്റിസിപ്പേറ്റ് ദ പോസിബിൾ വേരിയൻസസ് ആൻഡ് ടേക്ക് പ്രിക്കോഷൻസ് ടു മീറ്റ് സച്ച് കണ്ടിൻജൻസീസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് ലോജിസ്റ്റിക്സ്, ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ റിഡക്ഷൻ ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഷിപ്മെൻറ്റ് കൺസോൾട്ടേഷനാണ്. റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി ആണ്. റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഇൻവെൻട്രി പരമാവധി കുറയ്ക്കുക. ഇൻവെൻട്രി കുറയ്ക്കുന്നത് വഴിയായിട്ട് നമുക്ക് ഇൻവെൻട്രി കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, അങ്ങനെയുള്ള കോസ്റ്റുകൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. അതുവഴിയായിട്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് കുറയ്ക്കാൻ സാധിക്കും, ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് സോ ദാറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അത് നമുക്ക് പല രീതിയിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, പെട്ടെന്ന് നമ്മൾ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറയും. ജസ്റ്റ് ഇൻ ടൈം, JIT ടെക്നിക്സ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇംപ്രൂവിങ് ദ ഇൻവെൻട്രി വെലോസിറ്റി. ഈ ഇൻവെൻട്രി വെലോസിറ്റി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദി റേറ്റ് ഓഫ് ഇൻവെൻട്രി യൂസേജ് ഓഫ് ദ പീരിയഡ് ഓഫ് എ പീരിയഡ് ഓഫ് ടൈം. ഇൻവെൻട്രി വെലോസിറ്റി ലോവർ ദെൻ ഇറ്റ് വിൽ ബി ദ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രി. അപ്പോൾ ആ സംഭവം ഇത്രേ പറയുന്നുള്ളൂ. ഇൻവെൻട്രി വെലോസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത് എപ്പോഴും കുറയും. കാരണം ഇതാണ്, റെഫേഴ്സ് ടു ദി റേറ്റ് ഓഫ് ഇൻവെൻട്രി യൂസേജ് ഓഫ് ദി പീരിയഡ് ഓഫ് ടൈം. ഇൻവെൻട്രി യൂസേജിൻ്റെ തോത് ആണ് ഈ ഇൻവെൻട്രി വെലോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി വെലോസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തോത് കൂടുക. ഇൻവെൻട്രി പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുക, അതിൻ്റെ തോത് കൂടുക. അപ്പോൾ ഇൻവെൻട്രി പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻവെൻട്രി സ്റ്റോക്ക് കുറയില്ലേ? അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസും അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റും അല്ലെങ്കിൽ ആ ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് വെക്കുന്ന കോസ്റ്റും എല്ലാം കുറയില്ലേ? അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നതും കുറയും. അപ്പോൾ അത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ എപ്പോഴും ഇൻവെൻട്രി വെലോസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് സ്റ്റോക്ക് കുറയും. സോ വെൻ ഇൻവെൻട്രി വെലോസിറ്റി ഇൻക്രീസസ്, ആവറേജ് സ്റ്റോക്ക് വിൽ ഡിക്രീസ് ആൻഡ് ആസ് എ റിസൾട്ട് ദ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അടുത്തതിലേക്ക് പോകുന്നത് ഷിപ്മെൻറ്റ് കൺസോൾട്ടേഷനാണ്. ഇത് നമ്മൾ ഏറ്റവും എളുപ്പം പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ചെറിയ ഓർഡറുകൾ ഒഴിവാക്കി വലിയ ഓർഡറുകളാക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഈ ഹാഫ് ഓഫ് ദി ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഇൻക്വേർഡ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്. ലോജിസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിലവ് വരുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് വരിക. അപ്പോൾ അതിൻ്റെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ലോജിക്സിൻ്റെ മേജർ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ റാഷണലൈസിങ് ദ മൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്ട്സ്. അതിനുവേണ്ടിയാണ് ഈ ഷിപ്മെൻറ്റ് കൺസോൾട്ടേഷൻ വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് സൈസ് ഓഫ് ദ ഷിപ്മെൻറ്റ്, ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ്, ഡിസ്റ്റൻസ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരിക, കൂടുകയും കുറയുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രീക്വൻറ്റ് ഷിപ്മെൻറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം, ചെറിയ ഓർഡറുകൾ കുറേ തവണ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവൊന്നും വരുന്നില്ല, ഡിസ്റ്റൻസ് കവേർഡും കുറവ് വരുന്നില്ല. അത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂട്ടുകയുള്ളൂ. സോ ഷിപ്മെൻറ്റ് ഓഫ് ലാർജർ ക്വാണ്ടിറ്റീസ് ഫോർ ലോങ്ങർ ഡിസ്റ്റൻസ് വിൽ റെഡ്യൂസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ ഏതായാലും നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ചെറിയ ഓർഡറുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതിലും നല്ലത് ഒറ്റയടിക്ക് കുറച്ചധികം ഓർഡറുകൾ, കുറച്ചധികം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നതാണ് എപ്പോഴും കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി. അപ്പോൾ ഈ ഷിപ്മെൻറ്റ് കൺസോൾട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് കമ്പൈനിങ് സ്മോൾ ഷിപ്മെൻറ്റ്സ് ടു ഫോം ലാർജ് ഷിപ്മെൻറ്റ് വിതൗട്ട് കോസിങ് ഡിലേ ഇൻ ഡെലിവറി. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മോൾ ഷിപ്മെൻറ്റ്സ് നമ്മൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കിയിട്ട് അത്തരത്തിലുള്ള സ്മോൾ ഷിപ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്തൊരു ലാർജ് ഷിപ്മെൻറ്റ് ആക്കിയ ശേഷം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനിലേക്ക് പോവുക, അതുവഴിയായിട്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പെർ യൂണിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്.
അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഒബ്വിയസ്ലി ക്വാളിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടുക, കസ്റ്റമർ സർവീസസിൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കസ്റ്റമർ സർവീസസിൻ്റെ ക്വാളിറ്റി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവലും കൂടും. So quality is a relative term associated with the ability of a product to provide consumer satisfaction. Higher the quality of customer service, higher will be the level of customer satisfaction. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ഒക്കെ ഇത്തരത്തിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്, ബോത്ത് ഇൻ ദ കേസ് ഓഫ് പ്രോഡക്റ്റ്സ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് സർവീസസ്. പിന്നെ ലൈഫ് സൈക്കിൾ സപ്പോർട്ടാണ്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഹോൾ ലൈഫ് സൈക്കിൾ ഫ്രം ദ ബിഗിനിങ് റോ മെറ്റീരിയൽ സ്റ്റേജ് തൊട്ട് അതിൻ്റെ സെയിൽ നടന്ന ഒരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ സെയിൽ മെയിൻ്റെനൻസ് വരെയുള്ള സംഗതികൾ ഈ ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ കീഴിൽ വരുന്നതാണ്. ലോജിസ്റ്റിക് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഈവൻ ആഫ്റ്റർ ദ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ്, മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് ടൈം. അതൊരാളുടെ കയ്യിൽ കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. The firm should provide enough support even after the sale to reduce the post-purchase dissatisfaction. അപ്പോൾ ഒരു കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അയാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കസ്റ്റമറിനെ ഒരു കമ്പനി ലൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസിന് ശേഷവും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവർക്ക് സർവീസും മറ്റു കാര്യങ്ങളും കൊടുക്കുക. ഇഫ് ദ കസ്റ്റമർ ഹാസ് എനി ഗ്രിവൻസസ്, പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള ഗ്രിവൻസുകൾ അക്സെപ്റ്റ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് സോൾവ് ചെയ്യാനൊക്കെ ഒരു ഫേം ശ്രദ്ധിക്കണം. അതിന് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ആ പറഞ്ഞത്. ഇനി നമ്മൾ കാണുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ്. വൺ തിങ് യു ഷുഡ് ബി വെരി ക്ലിയർ ദാറ്റ് ദ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ സംഗതിയുടെ ഒരു എന്താ പറയുക, ഒരു പാർട്ട് മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ് ഇത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. നമുക്ക് നോക്കാം മീനിങ് എന്താണ്. ദ പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ഓഫ് ഗുഡ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അകത്തേക്കും പുറത്തേക്കും ഉള്ളിലും ഉള്ള ഗുഡ്സിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും മൂവ്മെൻറ്റ്സ് ആണ് ലോജിസ്റ്റിക്സ് പറയുന്നത്. സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്, കുറച്ചും കൂടി വൈഡർ ആസ്പെക്റ്റ് ആണത്. ഒബ്ജക്റ്റീവ്സ് എന്താണ്? ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ളൊരു സംഗതിയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദ കൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ഹാസ് ബീൻ ഇവോൾവ് ഏർലിയർ. ആദ്യത്തെ ഒരു കൺസെപ്റ്റായിട്ട് ലോജിസ്റ്റിക്സ് ആണ് വന്നത്, പക്ഷേ അതിനുശേഷം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള മോഡേൺ കൺസെപ്റ്റ് വന്നു. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു സിംഗിൾ ഫേം, ഒരു ഫേമിൻ്റെ മാത്രം സംഗതിയാണ്. പക്ഷേ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പല ഫേമുകൾ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, സപ്ലയർ ഉണ്ടാവും, കമ്പനി ഉണ്ടാവും, റീറ്റെയിലർ, ഹോൾസെയിലർ, അങ്ങനെ ഒരുപാട് സംഗതികൾ വരുന്നതാണ്. മൾട്ടിപ്പിൾ കമ്പനീസ് ഇതിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. വൺ ഇൻ അനദർ, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് എ ന്യൂ വേർഷൻ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൺലി എ സബ്സെറ്റ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളത്. So that's all about integrated logistics and the difference between logistic management and supply chain management. Thank you.